തൃശൂർ തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ 16-കാരനെ കാണാതായി. എടമുട്ടം സ്വദേശി അസ്ലമിനെയാണ് കാണാതായത്. കൂടെയുണ്ടായ കുട്ടികളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. അസ്ലമിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. MS ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി. ലിഷോയ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഈ 10 അംഗ സംഘം കടലിൽ കുളിക്കാനായി എത്തിയത്. തൃശൂർ തളിക്കുളം തമ്പാൻ കടവിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ 2 പേർ കടലിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു, തിരയിൽപ്പെടുകയായിരുന്നു. 2 പേരിൽ തിരയിൽപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വന്ന് വിവരം അറിയിക്കുകയായിരുന്നു. ഉടനടി തന്നെ അവർ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. ഈ ഒരാളെ ഉടനടി തന്നെ കരക്കി കയറ്റാനായി കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ആൾ അസ്ലം മുങ്ങിപ്പോകുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം അപ്പോഴേക്കും ഇവർ എത്തി രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴേക്കും അസ്ലം മുങ്ങിപ്പോവുകയായിരുന്നു. എന്തായാലും ഈ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥിയെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ അസ്ലമിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ അതിനോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസും ആണ് തിരച്ചിൽ നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികൾ വല വീശിക്കൊണ്ട് ഇപ്പോൾ ഈ അസ്ലമിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് കുളിക്കാനിറങ്ങിയ സംഘം ഇത്തരത്തിൽ കാണാതായത്. ശരി ലിഷോയ്, ഇത്തരം ദാരുണമായ സംഭവങ്ങളൊക്കെയും വാർത്തയാവുമ്പോൾ ഞാൻ നിരന്തരം നിങ്ങളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെയും പരിചയമില്ലാത്ത സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങരുത്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് നീന്തലൊക്കെ വളരെ നന്നായി അറിയാമെങ്കിൽ പോലും പലപ്പോഴും അപകട സാധ്യത ഏറെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ജലാശയങ്ങളിൽ ഇറങ്ങുക, വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുക, ഇത്തരം കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇത്തരം സംഭവങ്ങൾ പങ്കുവയ്ക്കാൻ അത്രയേറെ മാനസിക ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് കൊണ്ട് കൂടിയാണ് ഇത് പറയേണ്ടി വരുന്നത്.